ഇപ്പം ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സ് കഴിച്ച് കരൾ ഡാമേജ് വന്ന്, അതായത് ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം വന്ന്, ലിവർ ഫെയിലിയർ വന്ന് മരണപ്പെട്ട ആൾക്കാരും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരായ ആൾക്കാരും ഉണ്ട് ലോകത്ത്. നമ്മൾ ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സിന്റെ ഭാഗമായിട്ട് വരുന്ന കരൾ രോഗങ്ങളും ലിവർ ഫെയിലിയർ ഒക്കെ നോക്കുവാണെങ്കിൽ അതിൽ നമ്പർ 1 ഹെർബൽ ലൈഫ് പ്രോഡക്ട്സ് ആണ്. പക്ഷെ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടത്, ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സ് എന്ന കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ലിവർ ഫെയിലിയറും ലിവർ ഇഞ്ചറി ഉണ്ടാക്കിയേക്കുന്ന സിംഗിൾ പ്രോഡക്റ്റ് ഹെർബൽ ലൈഫ് പ്രോഡക്ട്സ് ആണ്. പെട്ടെന്ന് എനർജി കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഫ്രഷ് കേക്ക് എന്നൊക്കെ പറയുന്ന സാധനമാണ്. അതിനകത്തൊക്കെ ചിലപ്പോൾ ഇവർ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റും അലോവേറ ഒക്കെ ഇടും. അതാണ് ഈ ലിവറിനെ കൂടുതലും ഹാം ചെയ്യുന്നതാണ് പഠനങ്ങൾ പലതും പറയുന്നത്. ചില ഹെവി മെറ്റൽസ്, ചില ലോഹങ്ങളുണ്ട്, ഇപ്പം മെർക്കുറി, ആർസനിക്, അങ്ങനത്തെ ലോഹങ്ങൾ ഹൈ ലെവൽസിൽ വന്നപ്പോൾ അത് ലിവറിനെ ഡാമേജ് ചെയ്തു. അവർക്ക് ഏകദേശം ഒരു 2-3 കിലോ കുറഞ്ഞു. പക്ഷേ പയ്യെ പയ്യെ അവരുടെ വിശപ്പ് കുറയാൻ തുടങ്ങി. അവർക്ക് വല്ലാതെ ക്ഷീണം, രാവിലെയൊക്കെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടുന്ന സമയത്തൊക്കെ, സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കിടക്കണം എന്നുള്ളൊരു ചിന്ത, അങ്ങനെ ഒരു വല്ലാതൊരു വീക്ക്നെസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് അവർ പതുക്കെ ഇത് നിർത്തി. കണ്ണിൽ മഞ്ഞളിപ്പും മൂത്രത്തിന്റെ കളറൊക്കെ മാറാൻ തുടങ്ങി. അപ്പോഴാണ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് വിത്ത് ജോണ്ടിസ്, അതായത് ലിവറിൽ നല്ല നീർക്കെട്ടും മഞ്ഞപ്പിത്തും വന്നെന്നുള്ളതിന്റെ ഒരു ലക്ഷണം അവർ കാണിക്കുന്നത്. ഒരു അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് പോയി. അതായത് ലിവർ ഫെയിൽ ആകുമ്പോൾ നമ്മുടെ ബ്രെയിനിനും അതിന്റെ പ്രശ്നങ്ങൾ വരും. ശരീരത്തിൽ അമോണിയ കൂടിയിട്ട് ബ്രെയിനിൽ സ്വെല്ലിങ് വന്നിട്ട് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ കുറഞ്ഞ പേഷ്യന്റ് കോമയിലോട്ട്. അങ്ങനെ ഈ ലേഡി കോമയിലോട്ട് പോകാൻ തുടങ്ങി. നമ്മൾ വെന്റിലേറ്ററിൽ ഇട്ടു, കുറെ മാനേജ് ചെയ്തു. പക്ഷെ ഏറ്റവും അവസാനം എനിക്ക് മനസ്സിലായി ഇതിപ്പം ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റിന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ഔട്ട് ചെയ്തു. ആ സമയത്ത് എന്റെ ഹോസ്പിറ്റലിൽ ട്രാൻസ്പ്ലാന്റ് ഇല്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്നു, ഡോണറിനെ ഒക്കെ കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്ക് 2-3 ദിവസം കൊണ്ട് അവർ മരണപ്പെട്ടു വരും. എല്ലാവർക്കും നമസ്കാരം. മറുനാടന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അബി സുരേഖ് ഫിലിപ്പാണ്. കരൾരോഗ വിദഗ്ധനാണ്, ക്ലിനിക് സയന്റിസ്റ്റ് ആണ്. സർ, വെൽക്കം ടു മറുനാട്. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, എല്ലാവർക്കും, ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള, എന്നാൽ ഒരുപാട് ആളുകൾ അനുഭവ സാക്ഷ്യമൊക്കെ പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഹെർബൽ ലൈഫ്. നമ്മൾ മറുനാടനിലാണ് സത്യത്തിൽ പ്രമുഖ സോക്കോൾഡ് മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാതെ വരികയും, എന്നാൽ മറുനാടൻ മലയാളി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾക്കുണ്ടായ അനുഭവം, ഒരു ഡോക്ടർക്കുണ്ടായ പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ കമന്റ് ബോക്സിലൊക്കെ വന്നിരുന്നത് ഇത് തെറ്റാണ്, ഞങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ എന്നാണ്. പക്ഷേ ഡോക്ടർ അബി ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ഇതിനെക്കുറിച്ച് ജേർണൽസിൽ ഉൾപ്പെടെ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്ത് കൃത്യമായി തെളിവുകൾ പ്രൊവൈഡ് ചെയ്ത് ഹെർബൽ ലൈഫിനെതിരെ സംസാരിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അബി ഡോക്ടറെ നമുക്ക് ഇന്ന് ലഭ്യമായ സ്ഥിതിക്ക് എന്തായാലും നമുക്ക് അത് വെച്ച് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ഈ പഠനത്തിലേക്ക് എത്തിയത്? ഹെർബൽ ലൈഫ് സുരക്ഷിതമായ ഒരു ഡയറ്ററി സപ്ലിമെന്റ് ആണ്. ഈ ഹെർബൽ ലൈഫ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു വേറൊരു കാറ്റഗറിയാണ്. ഫുഡ് സപ്ലിമെന്റിന്റെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. ആ കാറ്റഗറിയാണ് ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്. അപ്പം അതിനകത്ത് നമുക്ക് പ്രോട്ടീൻ പൗഡേഴ്സ്, മൾട്ടിവിറ്റമിൻസ്, ആന്റി ഓക്സിഡൻസ് അങ്ങനെ വരും. പക്ഷെ അതിന്റെ കൂടെ തന്നെ ചില പ്രോട്ടീൻ പൗഡേഴ്സും ഈ ഫുഡ് സപ്ലിമെന്റ്സിന്റെ കൂടെ ഇവർ ഈ ഹെർബൽ കമ്പോണൻസും കൂടെ ആഡ് ചെയ്യും, ഈ ചെടികളും അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ. അപ്പൊ അത് ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ് അഥവാ HDS എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വരുന്നതാണ്. ഹെർബൽ ലൈഫിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സ് കഴിച്ച് കരൾ ഡാമേജ് വന്ന്, അതായത് ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം വന്ന്, ലിവർ ഫെയിലിയർ വന്ന് മരണപ്പെട്ട ആൾക്കാരും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരായ ആൾക്കാരും ഉണ്ട് ലോകത്ത്, ഈ ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സ് കഴിച്ചിട്ട്. അത് പല പല ടൈപ്സ് ഉണ്ട്. ഇപ്പം അമേരിക്ക നോക്കുവാണെങ്കിൽ പ്രത്യേകതരം ചില കമ്പനീസ് ഉണ്ട്, അവരുടെ പ്രോഡക്ട്സ് കഴിച്ച് ലിവർ ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് കൂടാതെ ലാറ്റിൻ അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പിലൊക്കെ ഇതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ റിപ്പോർട്ട്സ് ഉണ്ട്. പക്ഷെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ നമ്മൾ ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സിന്റെ ഭാഗമായിട്ട് വരുന്ന കരൾ രോഗങ്ങളും ലിവർ ഫെയിലിയർ ഒക്കെ നോക്കുവാണെങ്കിൽ അതിൽ നമ്പർ 1 ഹെർബൽ ലൈഫ് പ്രോഡക്ട്സ് ആണ്. ഇത് ഞാനാണ് ആദ്യം ഇന്ത്യയിൽ നിന്ന് ഹെർബൽ ലൈഫ് കഴിച്ച് ലിവർ ഫെയിലിയർ ആയ ഒരു 23-24 വയസ്സുകാരിയുടെ റിപ്പോർട്ട് ആദ്യം പബ്ലിഷ് ചെയ്തത് ജേർണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് എക്സ്പെരിമെന്റൽ ഹെപ്പറ്റോളജിയിൽ 2019 തോന്നുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഏകദേശം 60 കേസോളം ലോകത്ത് പല സ്ഥലങ്ങളിലും പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഹെർബൽ ലൈഫ് കഴിച്ചിട്ട് ലിവർ ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരും മരണപ്പെട്ട ആൾക്കാരെ കുറിച്ചും ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരെ കുറിച്ചുള്ള പഠനങ്ങൾ ഓൾറെഡി ഉണ്ട്, ഏകദേശം 60 കേസസ്. അപ്പൊ അത് സ്വിറ്റ്സർലൻഡ്, ഇസ്രയേല്,
യൂറോപ്പ്, അമേരിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക എന്നാണ് ഈ പഠനങ്ങളെല്ലാം വന്നേക്കുന്നത്. അപ്പൊ എന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു പുതിയ അവിടെ റിപ്പോർട്ടല്ല. തന്നെയാണല്ലോ ഹെർബാലൈഫ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടായി വരുന്നത് അല്ലേ? കാലിഫോർണിയൻ ബേസ്ഡ് ഹെർബലൈഫ് എന്ന് പറഞ്ഞ കമ്പനി അമേരിക്കൻ ബേസ്ഡ് ആണ്. പക്ഷെ അവരുടെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തേക്കുന്നത് കെയ്മൻ ഐലൻഡ്സ് അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് അവരുടെ ഈ ബിസിനസ് പ്രാക്ടീസ് ഒക്കെ വളരെ മോശകരമായിരുന്നു. വളരെ ഫ്രോഡ് ആയിട്ടുള്ള ബിസിനസ് പ്രാക്ടീസ് ഒക്കെ ആയത് കാരണം ഈ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ഉണ്ട് അമേരിക്കയിലെ, ഇവരെ ഏകദേശം ഒരു 120-200 മില്യൺ ഡോളേഴ്സ് ഫൈൻ വരെ ചെയ്തതാണ്. ഇവര് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്, അതായത് മണി ചെയിൻ മാരി. അപ്പം ഇത് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നതോറും മുകളിലുള്ള ആൾക്കാർക്ക് പൈസ മുകളിൽ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കമ്പനിയാണ്, ഫോർ പ്രോഫിറ്റ് ആണ്. അപ്പം ഇതിന്റെ ബേസിസിൽ അവരുടെ ബാഡ് പ്രാക്ടീസ് കാരണം അവർക്ക് ഫൈൻ വരെ അടിച്ചിട്ടുണ്ട്. അവരുടെ പ്രോഡക്ട്സ് കാരണം ലിവർ ഫെയിലിയർ ആയിട്ടുണ്ടെന്നുള്ളതിന്റെ കുറെ തെളിവുകൾ ലോകമെമ്പാടും ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. പക്ഷെ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടത് ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സ് എന്ന കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ലിവർ ഫെയിലിയറും ലിവർ ഇഞ്ചുറി ഉണ്ടാക്കിയേക്കുന്ന സിംഗിൾ പ്രോഡക്റ്റ് ഹെർബാലൈഫ് പ്രോഡക്ട്സ് ആണ്. അപ്പൊ അതിൽ ഏത് ഹെർബാലൈഫ് പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്ത് ഇവരുടെ സാധാരണ ഈ പീ പ്രോട്ടീന്, സോയ് പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ പ്രോട്ടീൻസ് ഉണ്ട്. അതിനകത്ത് വലിയ ഇഷ്യൂസ് കണ്ടിട്ടില്ല. പക്ഷെ ചില കമ്പോണൻസ് ഉണ്ട്, അവർ പെട്ടെന്ന് എനർജി കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഫ്രഷ് ഡ്രിങ്ക് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അതിനകത്തൊക്കെ ചിലപ്പോൾ ഇവർ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റും അലോവേറ ഒക്കെ ഇടും. അതാണ് ഈ ലിവറിനെ കൂടുതലും ഹാം ചെയ്യുന്നതാണ് പഠനങ്ങൾ പലതും പറയുന്നത്. ഇത് കൂടാതെ വേറെ 3 കാരണങ്ങളുണ്ട് ഹെർബലൈഫ് കഴിച്ചിട്ട് കരൾ രോഗങ്ങൾ വരുന്നതിന്. ഒന്ന്, യൂറോപ്പിൽ നിന്ന് ചെയ്ത ഒരു പഠനത്തിൽ അവർ പറഞ്ഞത് ഹെർബലൈഫ് പ്രോഡക്ട്സിനകത്ത് കരളിനെ അറ്റാക്ക് ചെയ്യുന്നതും കരളിനെ ഡാമേജ് ചെയ്യുന്ന ഒരു തരം ബാക്ടീരിയ ഉണ്ടായിരുന്നു എന്നാണ്. അവരെ ബാക്ടീരിയനെ അതിനകത്തുനിന്ന് കണ്ടുപിടിച്ചു. 2, ചില ഹെവി മെറ്റൽസ്, ചില ലോഹങ്ങളുണ്ട്, ഇപ്പം മെർക്കുറി, ആർസനിക് അങ്ങനത്തെ ലോഹങ്ങൾ ഹൈ ലെവൽസിൽ വന്നപ്പോൾ അത് ലിവറിനെ ഡാമേജ് ചെയ്തു. 3, ഈ പറയുന്ന പുവർ മാനുഫാക്ചറിങ്, അതായത് ഇവരുടെ ഇതിനകത്ത് ഈ പല തരത്തിലുള്ള ഈ ലിവറിൽ ഡാമേജ് വരുത്തുന്ന തരം ചെടികൾ, ബൊട്ടാനിക്കൽസ്, പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ട് അത് മൂലം വരുന്ന കരൾ രോഗങ്ങൾ. ഈ ഹെർബാലൈഫുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വീഡിയോ പറയുമ്പോഴും ഇപ്പം എനിക്കറിയാം ഡോക്ടറിന്റെ ഒരു ആർട്ടിക്കിൾ ഒരു കേസ് കൊടുത്ത് തടഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ പോലെയുള്ള വലിയ പ്രമുഖരായ ആളുകളാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് വരുന്നത്. ഇത് അതിന്റെ ഒരു ബിസിനസ് വേർഷൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരുപാട് ആളുകൾക്ക് അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ഞങ്ങൾക്കിത് കുടിച്ചിട്ട് വെയിറ്റ് കുറഞ്ഞല്ലോ എന്ന് പറയുന്നത്. എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? ഹെർബാലൈഫ് കുടിക്കുന്ന സമയത്ത് കരളിനെ ബാധിക്കുന്ന അറ്റ് ദ സെയിം ടൈം വെയിറ്റ് കുറയുന്നതായിട്ട് അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ഇത് ഭയങ്കര ഇതൊരു വലിയൊരു പോയിന്റ് ആണ്. അതായത് ഇവരെങ്ങനെയാണ് ഇത് വിറ്റഴിക്കുന്നത് എന്നുള്ളതാണ്. അത് ഈ അനുഭവ സാക്ഷ്യത്തിന്റെ പേരിൽ മാത്രമാണ്. ഇപ്പൊ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള പഠനങ്ങൾ നോക്കിയാൽ, അതായത് വെയിറ്റ് ലോസ് സപ്ലിമെന്റ്സും കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ സയന്റിഫിക്കലി ചില പ്രോഡക്ട്സിന്റെ പബ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ശാസ്ത്രീയപരമായി അവർ ട്രയൽ നടത്തി അതിനെപ്പറ്റി നല്ല ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്തതിന്റെ എവിഡൻസ് നമ്മൾ പബ്മെഡിലും സ്കോപ്പസ് അങ്ങനത്തെയുള്ള ഡാറ്റാബേസിലൊക്കെ നോക്കിയാൽ നമുക്ക് കിട്ടും. പക്ഷെ ഹെർബലൈഫിന് അങ്ങനെ ഒരു പബ്ലിക്കേഷനോ അങ്ങനെ ഒരു എവിഡൻസോ ഒന്നും സയന്റിഫിക് ഡാറ്റാബേസിലൊന്നും ഇല്ല. ഇവർ കൂടുതലും ഇതിന്റെ പ്രൊമോഷൻ ചെയ്യുന്നത് ഇതുപോലെ അനുഭവ സാക്ഷ്യങ്ങളാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ പറയും ഈ ഹെർബലൈഫിന്റെ ഇവരുടെ ഒരു ഷേക്ക്, ഇപ്പൊ ഫോർമുല 1 ഷേക്ക് എന്നൊരു സാധനമുണ്ട്. അവർ പറയും അത് നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇത് കഴിക്കാൻ പറയും. എന്നിട്ട് അവർ പറയുന്നത് നിങ്ങൾ പിന്നെ വിശക്കുമ്പോൾ വെള്ളം കുടിക്കാനാണ്. അതായത് പ്രോപ്പർ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറയുന്നില്ല. നമ്മൾ നോർമൽ ആയിട്ട് ഡയറ്റ് കാര്യങ്ങൾ എടുക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ മാത്രം എടുത്ത് മുന്നോട്ട് പോവാണ്. അപ്പൊ ബേസിക്കലി ഒരു തരം സ്റ്റാർവേഷൻ, നമ്മൾ നമ്മളെ തന്നെ ഫുഡ് കൊടുക്കാത്ത ഒരു സിറ്റുവേഷനിലോട്ട് വരികയാണ്. അല്ലാതെ ഇത് കുടിച്ചിട്ടല്ല നമ്മുടെ വെയിറ്റ് പോകുന്നത്, നമ്മൾ ആഹാരം കുറച്ചുകൊണ്ടാണ് നമ്മുടെ വെയിറ്റ് പോകുന്നത്. അവിടെ കാലറി ഡെഫിസിറ്റ് വരികയാണ്. അതിപ്പോ ഹെർബലൈഫ് അല്ല, ഏത് പ്രോട്ടീൻ ഷേക്ക് കുടിച്ച് നമ്മൾ ബാക്കി ദിവസം പട്ടിണി കിടന്നാലും നമ്മുടെ വെയിറ്റ് പോകും. അപ്പൊ ഈ അനുഭവ സാക്ഷ്യം വെച്ചിട്ടാണ് മലയാളികളെ സംബന്ധിച്ച് ഇതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. വെയിറ്റ് കുറയാന്ന് പറയുമ്പോൾ വെയിറ്റ് പല ഘടകങ്ങൾ കൊണ്ടാണ് വരുന്നത്. മസിൽ മാസ് ഉണ്ടാവും, ഇപ്പൊ ദഹിക്കാത്ത ഭക്ഷണത്തിന്റെ ചിലപ്പോൾ വാട്ടർ വെയിറ്റ് ഉണ്ടാവും. വെയിറ്റ് ആണ് സത്യത്തിൽ മലയാളികൾ നല്ല എല്ലാവരും കുറിക്കുന്ന ഫാറ്റ് അല്ലേ? ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഹെർബാലൈഫ് കുടിച്ചിട്ട് ഫാറ്റ് ലോസ് നടന്നതായ തെളിവുകൾ എന്തെങ്കിലും ഉണ്ട്? ഇല്ല, ഒരു തെളിവില്ല. ഈ അനുഭവ സാക്ഷ്യം പറയുന്നതല്ലാതെ, അതായത് നമ്മൾ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് വയ്യാത്തവന്റെ കാല് നേരെയായി ഒടിഞ്ഞ കൈ നേരെ എന്ന് പറയുന്നവരെ തന്നെയാണ് ഈ ഹെർബാലൈഫ്. അതുപോലെ സെയിം ഇഫക്റ്റ് ആണ് ഇവിടെ, ഒരു ഫെയ്ത്ത് ഹീലിംഗ് വഴിയാണ്. അല്ലാതെ ശരിക്കുള്ള സയന്റിഫിക് എവിഡൻസ് ഫാറ്റ് ബേണിങ്ങിനോ ഹെൽത്തി വെയിറ്റ് ലോസിനോ ഒരു സയന്റിഫിക് എവിഡൻസും ഹെർബലൈഫിന് ഇല്ല. അത് മാത്രമല്ല, ഈ ഹെർബലൈഫ് എന്ന് പറയുന്ന പ്രോഡക്ട്സിനകത്ത് മുഴുവൻ ഇവർ യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഉണ്ടല്ലോ, സോഴ്സ് വളരെ ചീപ്പാണ്. അതായത് ഈ സോയ് പ്രോട്ടീന്, പീ പ്രോട്ടീൻ എന്ന് പറയുന്ന പ്ലാന്റ് പ്രോട്ടീൻ ആണ് കൂടുതൽ അവരിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ചീപ്പാണ് അവർക്ക് മാനുഫാക്ചറിങ്. പക്ഷെ അത് വിൽക്കുന്നത് 10 തൊട്ട് 12
ഗുണം കൂടുതൽ വിലയിലാണ് അവർ വിൽക്കുന്നത്. ഭയങ്കര എക്സ്പെൻസീവ് പ്രോഡക്ട്സ് ആണ്. അപ്പൊ ശരിക്കും നോക്കിയാല് ഇത് മേടിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ലോസ് ആണ്. എന്നുവെച്ചാൽ അവർ കൊടുക്കുന്ന പൈസയ്ക്ക് വേണ്ടിയുള്ള ക്വാളിറ്റി സാധനം അല്ല അവർക്ക് കിട്ടുന്നത്. ശരിക്കും നല്ല പ്രോട്ടീൻ എന്ന് പറയുന്നത് വേ ഐസൊലേറ്റ് അല്ല വേ ഹൈഡ്രോലൈസേറ്റ് എന്ന സാധനമൊക്കെയാണ്. പ്യുവർ വേ പ്രോട്ടീൻ ഐസൊലേറ്റ് ഒക്കെ നല്ല വിലയുള്ള പ്രോട്ടീൻ, ഭയങ്കര ഹൈ ക്വാളിറ്റി ഡൈജസ്റ്റബിൾ പ്രോട്ടീൻ. അങ്ങനെ ഒരു പ്രോട്ടീൻ പ്യുവർലി ഈ ഹെർബൽ ലൈഫ് പ്രോഡക്ട്സിനകത്ത് ഇല്ല. അവരുടെയൊക്കെ മിക്കതും ബ്ലെൻഡ് ആണ്. അതായത് അവർ പൈസ മാനുഫാക്ചറിങ് കുറച്ചിട്ട് കൺസ്യൂമറിൽ നിന്ന് കൂടുതൽ പൈസ മേടിച്ച് മുന്നോട്ട് പോയി ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ബിസിനസ് ഉണ്ടാക്കുന്ന ഒരു തട്ടിപ്പ് കമ്പനിയാണ് ഹെർബൽ ലൈഫ്. ഇത് പറയാതിരിക്കാൻ വയ്യ, ഇതൊരു സത്യമാണ്. ഞാൻ മാത്രമല്ല പലരും പറഞ്ഞാണ്. ഈ ഡോക്ടർ പഠനങ്ങൾ നടത്തിയല്ലോ, ഒരുപാട് ലാബ് ടെസ്റ്റുകൾ നടത്തി, യു ഹാവ് ഡൺ എ ആർട്ടിക്കിൾ ഓൺ ഇറ്റ്. അപ്പോ ഇതിൽ നിന്ന് കണ്ടെത്തിയ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പൊ ആർസനിക് ഉൾപ്പെടെയുള്ള ഹാർഡ് മെറ്റൽസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ പല ആളുകൾക്കും അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള മാരക രോഗങ്ങൾ, ചിലർക്ക് ഫെയിലിയേഴ്സ്, ലിവർ ഫെയിലിയേഴ്സ് വരുന്ന സിറ്റുവേഷൻസ് പല രാഷ്ട്രങ്ങളിലും ബാൻ ചെയ്യപ്പെടും. ഡോക്ടറിന്റെ പഠനങ്ങളിൽ കണ്ടെത്തിയ ഹാർഡ് മെറ്റൽസ് അത്രയധികം ടോക്സിക് ആയിരുന്നു ഹെർബൽ ലൈഫിന്റെ പഠനത്തിൽ താങ്കൾക്ക് മനസ്സിലായത്? എന്റെ പഠനം എന്ന് പറയുന്നത് വളരെ പ്രത്യേകത ഒരു പഠനമായിരുന്നു കേട്ടോ. അതായത് ഹെർബൽ ലൈഫിനെ കുറിച്ച് കുറെ പഠനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ലോകം മുഴുവനും. പക്ഷെ എന്റെ പഠനം മാത്രമാണ് ജേർണലിൽ നിന്ന് പിൻവലിച്ചത്. അതിനൊരു വലിയൊരു കഥയുണ്ട്. അതായത് എന്റെ പഠനത്തില് ഈ നോർത്ത് കേരളയിൽ നിന്ന് വന്ന ഒരു കുടുംബം, ഒരു 24 വയസ്സുകാരി, ഹസ്ബൻഡ്, അവർക്ക് 2 പിള്ളേരുണ്ട്. ഈ ഹെർബൽ ലൈഫ് അവർ ഏതൊരു ഫെയർ, ഏതൊരു പരിപാടിക്ക് പോയപ്പോഴത്തേക്ക് ഹെർബൽ ലൈഫിന്റെ ഒരു സ്റ്റോൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു ന്യൂട്രീഷണൽ ക്ലബ് എന്നൊക്കെ. അവർ ഹെർബൽ ലൈഫിന്റെ പേര് ഇടിക്കത്തില്ല, അങ്ങനെ ഒരു നിയമമൊക്കെ ഉണ്ടാവും. അവര് ന്യൂട്രീഷണൽ ക്ലബ്ബ് അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. അപ്പൊ ഒരു ന്യൂട്രീഷണൽ ക്ലബ്ബും ഒരു പച്ച ബോർഡൊക്കെ വെച്ചിട്ടാണ് അവർ ഈ സാധനം വിൽക്കുന്നത്. അതെ അതെ, ഹെർബൽ ലൈഫ് എന്ന് വെക്കാൻ പാടില്ല എന്ന് ഇവരുടെ കമ്പനിക്ക് തന്നെ ഒരു നിയമമുണ്ട്. അപ്പൊ ന്യൂട്രീഷൻ ക്ലബ്ബിൽ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു വ്യായാമം ഇല്ലാതെ വെയിറ്റ് കുറയ്ക്കാം എന്ന് പറഞ്ഞ് ഈ ഹെർബൽ ലൈഫിനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇവര് 10,000 രൂപയ്ക്ക് 3 പ്രോഡക്റ്റ് മേടിച്ചു. ഈ ഫോർമുല 1 ഷേക്ക്, ഒരു പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ സപ്ലിമെന്റ്, പിന്നെ ഒരു ഫ്രഷ് ഡ്രിങ്ക്. എനിക്കിത് ഇപ്പോഴും ഓർമ്മയുണ്ട്, 4-5 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അതില് സംഭവിച്ചെന്ന് വെച്ചാല് ഇവരൊരു 2 മാസത്തോളം ഇത് കഴിച്ചു. അവർക്ക് തൈറോയിഡിന്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് അമിതവണ്ണമുള്ള ഒരു ലേഡിയായിരുന്നു. 2 മാസത്തോളം കഴിച്ചപ്പം, അതായത് പട്ടിണി കിടക്കുള്ളൂ, നമ്മളിത് മാത്രമേ കഴിക്കുന്നുള്ളൂ, അവർക്ക് ഏകദേശം ഒരു 2-3 കിലോ കുറഞ്ഞു. പക്ഷേ പയ്യെ പയ്യെ അവരുടെ വിശപ്പ് കുറയാൻ തുടങ്ങി. അവർക്ക് വല്ലാതെ ക്ഷീണം. രാവിലെയൊക്കെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടുന്ന സമയത്തൊക്കെ, സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കിടക്കണം എന്നുള്ളൊരു ചിന്ത, അങ്ങനെ ഒരു വല്ലാതൊരു വീക്ക്നെസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് അവർ പതുക്കെ ഇത് നിർത്തി ടെസ്റ്റിങ്ങിനൊക്കെ പോയി. ടെസ്റ്റിംഗ് വരുമ്പോഴത്തേക്ക് ലിവർ ഫംഗ്ഷൻസ് ഒക്കെ വളരെ ഹൈ ആയിരുന്നു. SGOT, SGPT, ലിവർ എൻസൈംസ് ഒക്കെ വളരെ കൂടുതലായിരുന്നു. ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായ മഞ്ഞപ്പിത്തം, കണ്ണിൽ മഞ്ഞളിപ്പും മൂത്രത്തിന്റെ കളറൊക്കെ മാറാൻ തുടങ്ങി. അപ്പോഴാണ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് വിത്ത് ജോണ്ടിസ്, അതായത് ലിവറിൽ നല്ല നീർക്കെട്ടും മഞ്ഞപ്പിത്തം വന്നെന്നുള്ളതിന്റെ ഒരു ലക്ഷണം അവർ കാണിക്കുന്നത്. പക്ഷേ ഇവരാരും ഈ ഹെർബൽ ലൈഫിനെ പറ്റി അന്ന് ചിന്തിക്കുന്നില്ല. ഇവർ പല പല ഹോസ്പിറ്റലിൽ പോയി, പല സ്ഥലത്തും ഇവരെ ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നത് ഏതോ വൈറസ് വന്ന് ലിവറിനെ കേടാക്കി പോയതാണ്, കാരണങ്ങൾ വേറെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പലതരത്തിലുള്ള വൈറസ് ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സപ്പോർട്ടീവ് കെയർ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു 3 ഹോസ്പിറ്റലിൽ അവർ പോയി കഴിഞ്ഞാൽ എന്റെ അടുത്ത് വരുന്നത്. അപ്പൊ എന്റെ അടുത്ത് വന്നപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് സാധാരണ നമ്മൾ കരൾ രോഗങ്ങൾ കാണുന്ന കരൾ വീക്കം ഉണ്ടാക്കുന്ന രോഗങ്ങളെല്ലാം നോക്കിയപ്പോ നെഗറ്റീവാണ്. മദ്യപാനം ഇല്ല, വൈറസ് നെഗറ്റീവാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ചില വേദന സംഹാരികളും ചില പഴയ തരത്തിലുള്ള ആന്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ട് ലിവറിനെ കേടാക്കുന്നത്, അതൊക്കെ ഒന്നും ഇവര് കഴിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ ബാക്കി കാരണങ്ങളെല്ലാം ഒഴിവാക്കി നോക്കിയപ്പം ഈ ഒരു ഹിസ്റ്ററി മാത്രമേ ഇവിടെ പോസിറ്റീവ്. അതായത് ഇവർ 2 മാസമായിട്ട് ഈ സാധനം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അപ്പൊ ഹെർബൽ ലൈഫ് സപ്ലിമെന്റ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി എന്ന് പറയുന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് അന്ന് കേൾക്കുന്നു. പക്ഷെ ഞാൻ റിപ്പോർട്ടുകൾ നോക്കിയപ്പോൾ കുറെ റിപ്പോർട്ട്സ് ഉണ്ട് താനും, അത് എന്റെ ഫസ്റ്റ് റിപ്പോർട്ടൊന്നും അല്ല. അപ്പൊ പക്ഷെ നിർഭാഗ്യവശാൽ ഈ പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്ന സമയത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു, അതായത് ഭയങ്കര സിക്ക് ആയിരുന്നു. ഒരു അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് പോയി. അതായത് ലിവർ ഫെയിൽ ആകുമ്പോൾ നമ്മുടെ ബ്രെയിനിനും അതിന്റെ പ്രശ്നങ്ങൾ വരും. ശരീരത്തിൽ അമോണിയ കൂടിയിട്ട് ബ്രെയിനിൽ സ്വെല്ലിങ് വന്നിട്ട് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ കുറഞ്ഞ പേഷ്യന്റ് കോമയിലോട്ട്. അങ്ങനെ ഈ ലേഡി കോമയിലോട്ട് പോകാൻ തുടങ്ങി. നമ്മൾ വെന്റിലേറ്ററിൽ ഇട്ടു, കുറെ മാനേജ് ചെയ്തു. പക്ഷെ ഏറ്റവും അവസാനം എനിക്ക് മനസ്സിലായി ഇതിപ്പം ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റിന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ഔട്ട് ചെയ്തു. ആ സമയത്ത് എന്റെ ഹോസ്പിറ്റലിൽ ട്രാൻസ്പ്ലാന്റ് ഇല്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്നു, ഡോണറിനെ കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്ക് 2-3 ദിവസം കൊണ്ട് അവർ മരണപ്പെട്ടു പോയി. അപ്പൊ ഞാൻ ഇത് പബ്ലിഷ് ചെയ്തു. അതായത് ഫസ്റ്റ് കേസ് ഹെർബൽ ലൈഫ് കഴിച്ച്, ഈ സ്ത്രീക്ക് ഇതിനു മുൻപ് എന്തെങ്കിലും യാതൊരു തരത്തിലുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയല്ല.
അത് ഒന്നുമില്ല. പലരും ആലോചിക്കും നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്ന ആളെന്നൊക്കെ രീതിയിൽ ഇല്ലില്ല. പറയാറുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് ഓക്കെ. വേറെ കരൾ രോഗം ഒന്നുമില്ല. അതാണ് നമ്മൾ ഉം. അക്യൂട്ട് ലിവർ ഫെയിലർ എന്ന് പറയുന്നത്. അതായത് നല്ല ഹെൽത്തി ലിവർ പെട്ടെന്ന് ഫെയിൽ ആവുകയാണ് അക്യൂട്ട് ലിവർ ഫെയിലർ. ക്രോണിക് ലിവർ ഫെയിലർ ആണ് നമ്മുടെ ഈ സിറോസിസ് ഒക്കെ ആയിട്ട് പയ്യെ ഉം. പയ്യെ ഉം. ഫെയിൽ ആകുന്നുള്ളത്. ഇനി വേറൊരു സംഭവമുണ്ട്, അക്യൂട്ട് ഓൺ ക്രോണിക് ലിവർ ഫെയിലർ. അതായത് സിറോസിസ് ഉള്ള വ്യക്തികളും ഹെർബലൈഫ് കഴിച്ച് സ്റ്റേബിൾ സിറോസിസ് അൺസ്റ്റേബിൾ ആയി വളരെ മോശമായി മരിച്ച ആൾക്കാരും ഉണ്ട്. അതിനാണ് അക്യൂട്ട് ഓൺ ക്രോണിക് ലിവർ ഫെയിലർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലേഡി അക്യൂട്ട് ലിവർ ഫെയിലർ ആയിരുന്നു. അതായത് നല്ല ലിവറിൽ പെട്ടെന്ന് ഹെർബലൈഫ് കാരണം വന്ന ഡാമേജ് കാരണം ലിവർ ഫെയിലർ ആയി, എന്നിട്ട് മരണപ്പെട്ടു. ഉം. ഇത് ഞാൻ പ്രസിദ്ധീകരിച്ചു. അതായത് ഇന്ത്യയിലുള്ള ഒരു ജേണലാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ഓഫ് സ്റ്റഡി ഓഫ് ലിവർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇവിടുത്തെ നാഷണൽ ലിവർ സൊസൈറ്റിയുടെ ഔദ്യോഗിക ജേണലാണ്, ഒഫീഷ്യൽ ജേണലാണ്, ഉം. ജേണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് എക്സ്പെരിമെന്റൽ ഹെപ്പറ്റോളജി. അത് ഞാൻ അതിനകത്ത് പബ്ലിഷ് ചെയ്തു. അത് പിയർ റിവ്യൂ ആണ്. അതായത് വേറെ സയന്റിസ്റ്റും ഡോക്ടേഴ്സും എക്സ്പേർട്സ് എല്ലാം നമ്മുടെ പഠനങ്ങളും നമ്മുടെ ഡേറ്റയും നമ്മുടെ എല്ലാ കാര്യങ്ങളും 2-3 മാസം കൊണ്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് യെസ് ഈ പഠനം കറക്റ്റ് ആണ്, ഇതിൽ എഴുതിയിരിക്കുന്ന റിസൾട്ട് കറക്റ്റ് ആണെന്നൊക്കെ നോക്കിയിട്ടാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അല്ലാതെ വെറുതെ ഡയറക്റ്റ് പ്രസിദ്ധീകരിക്കുന്നതല്ല. ഇതിനാണ് പിയർ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ പിയർ റിവ്യൂ ചെയ്തിട്ട് ഇത് പബ്ലിഷ് ചെയ്തു. ഇത് പബ്ലിഷ് ചെയ്തപ്പം ഇത് ഭയങ്കര വൈറലായി ആ സമയത്ത്. ഹെർബൽ ലൈഫ് മൂലമുള്ള ആദ്യത്തെ മരണം ഇന്ത്യ എന്നുള്ളത് സ്ലിമ്മിങ് ടു ദ ഡെത്ത് എന്നാണ് ആ ടൈറ്റിൽ ഞങ്ങൾ കൊടുത്തത് അതിന്. അപ്പം ഓഹോ. അത് വൈറലായപ്പം ഹെർബൽ ലൈഫിൽ അത് എത്തി, ഇങ്ങനെ ഒരു ന്യൂസ്, ഇങ്ങനെ ഒരു സംഭവം ആ നടക്കുന്നു. പിന്നെ സ്വാഭാവികമാണല്ലോ, ഒരു മരണം എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ഒരു കാര്യമായി അല്ലല്ലോ. അല്ല ഓക്കെ. അല്ല എന്നിട്ട് അപ്പം ഹെർബൽ ലൈഫ് എത്തിയപ്പോ അവർക്ക് ബിസിനസ് പെട്ടെന്ന് പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി. ഇതിനെപ്പറ്റി ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. അപ്പം എന്ത് ചെയ്തു, അവര് എനിക്കൊരു ലെറ്റർ അയച്ചു. അതായത് ആ ലെറ്റർ വന്നത് ഒരു വക്കീലിന്റെ ലെറ്റർ ആണ്. ഡൽഹിയിൽ നിന്ന് വലിയൊരു വക്കീലാണ്, വലിയ വലിയ നടന്മാരുടെ ഒക്കെ വക്കീലാണ്, നല്ല പൈസ കൊടുക്കുന്നുണ്ടാവാം. ആ വക്കീൽ എനിക്ക് ലെറ്റർ അയച്ചിട്ട് സോപ്പോൾ പറഞ്ഞു, VIP വക്കീലന്മാർ. യാ. അതെ അതെ VIP വക്കീലന്മാർ, അവര് ലെറ്റർ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പബ്ലിഷ് ചെയ്ത ഈ പേപ്പർ പിൻവലിക്കണം, ഇതിന്റെ ഒറിജിനൽ ഡേറ്റ എല്ലാം ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ $2 മില്യൺ ലോ സൂട്ട് നിങ്ങളുടെ തലയിൽ ഞങ്ങൾ ചാർത്തു എന്ന് പറഞ്ഞ് എനിക്കൊരു ലെറ്റർ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിത് പിയർ റിവ്യൂഡ് ആണ്, വേണ്ട ഡേറ്റ എല്ലാം പേപ്പറിനകത്ത് തന്നെയുണ്ട്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. പിന്നെ ലോ സൂട്ടിന്റെ കാര്യം നിങ്ങൾ ഇട്ടോളാൻ പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഈ മരണപ്പെട്ട രോഗിയുടെ ഹസ്ബൻഡും എന്റെ അടുത്ത് പറഞ്ഞു, സാറേ എവിടെ വേണമെങ്കിലും ഞാൻ കോടതി വന്ന് സംസാരിക്കാമെന്ന്. ഈ സാധനം കഴിച്ചിട്ടാണ് ഈ പ്രശ്നം വന്നത്, എനിക്ക് അവർക്ക് ബോധ്യമുണ്ട്, സയന്റിഫിക്കലി നമ്മളും പ്രൂവ് ചെയ്തു, എവിടെ വേണം വരാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഹെർബൽ ലൈഫിന്റെ ആ ഏജന്റിനോട് പറഞ്ഞു, നിങ്ങള് ലോ സൂട്ടിന് പോയിക്കോ, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരെന്റെ അടുത്ത് വന്നേയില്ല. അവരെന്ത് ചെയ്തു, ഈ പഠനം പബ്ലിഷ് ചെയ്ത ജേണൽ, അതായത് ജേണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് എക്സ്പെരിമെന്റൽ ഹെപ്പറ്റോളജി, അതിന്റെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. അതായത് അതിന്റെ എഡിറ്റർ ഇൻ ചീഫ്, അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ്, പിന്നെ ഈ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ഓഫ് സ്റ്റഡി ഓഫ് ലിവർ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കെതിരെ എല്ലാം മൾട്ടിപ്പിൾ ലീഗൽ ത്രെറ്റ് കൊടുത്തു. വക്കീലന്മാർ ഭയങ്കരമായ വക്കീൽ നോട്ടീസുകളും അവരെ ഭീഷണിപ്പെടുത്തി, നിങ്ങളുടെ പൈസയൊക്കെ ഞങ്ങൾ നശിപ്പിക്കും, നിങ്ങളെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കുറെ ലെറ്റേഴ്സ് കൊടുത്തു. ആ ലെറ്റേഴ്സ് കൊടുത്തപ്പോ അവര് പറഞ്ഞു, ഓക്കെ ഞങ്ങളൊരു കാര്യം ചെയ്യാം, സെക്കൻഡ് റൗണ്ട് ഓഫ് പിയർ റിവ്യൂ, അതായത് വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുകളെ വിളിച്ച് ഈ പ്രസിദ്ധീകരിച്ച പേപ്പർ ശരിയാണോ തെറ്റാണോ എന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് നമ്മളൊരു തീരുമാനത്തിലെത്താന്ന് പറഞ്ഞാൽ അവര് സെക്കൻഡ് റൗണ്ട് ഓഫ് പിയർ റിവ്യൂവിന് ആഫ്റ്റർ പബ്ലിക്കേഷൻ ഉണ്ട്. ആ സെക്കൻഡ് റൗണ്ട് ഓഫ് പിയർ റിവ്യൂവില് 3 മേജർ സയന്റിസ്റ്റുകളാണ് നോക്കിയത്. എനിക്ക് ആരാന്ന് അറിയത്തില്ല, പക്ഷെ എന്റെ അടുത്ത് ഈ ഓർഗനൈസേഷൻ പറഞ്ഞതാണ് 3 മേജർ ആൾക്കാരിലാണ് വിട്ടത്. ഈ ലിവർ ഇഞ്ചുറിയുടെ എക്സ്പേർട്സിന്റെ അടുത്താണ് വിട്ടത്. എന്നിട്ട് അവരുടെ നിഗമനം ഈ പേപ്പർ കറക്റ്റ് ആണെന്നുള്ളതാണ്. അതായത് ആ സെക്കൻഡ് റൗണ്ട് ഓഫ് പിയർ റിവ്യൂ ക്ലിയർ ആയി. അപ്പം പക്ഷെ ഇതിന്റെ സൈഡിൽ ഹെർബൽ ലൈഫിന്റെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഹെർബൽ ലൈഫ് ഡയറക്റ്റ് ആയിട്ട് ഈ ജേണൽ പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷർ ഉണ്ട് എൽസെവിയർ, അവർക്കിട്ടും ലീഗൽ നോട്ടീസ് കിട്ടും. അപ്പം ഞാനൊരു കാര്യം, എന്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ സയന്റിഫിക്കലി പ്രൂവൺ ആണ്, സയൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞൊരു പേപ്പറാണ്. അപ്പൊ ആ പേപ്പർ അവിടെ നിലനിൽക്കുന്നതാണ്. പക്ഷെ എനിക്ക് തെറ്റുപറ്റി, സയൻസിനേക്കാളും വലുതാണ് പൈസ, മണി. അപ്പം എന്താ സംഭവിച്ചത് വെച്ചാൽ ഈ എഡിറ്റോറിയൽ ബോർഡിലെ ഡോക്ടേഴ്സും ഈ ജേർണലിന്റെ എഡിറ്റേഴ്സും എഡിറ്റർ ഇൻ ചീഫും അവർക്ക് ഭയന്നുപോയി. അതായത് അവർക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്, സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, ഡോക്ടേഴ്സാണ്. അപ്പൊ അവരുടെയിലൊന്നും ഈ വലിയ ഹെർബൽ ലൈഫിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള വക്കീൽ ഈ ലീഗൽ പവറോ പൈസ ഒന്നും ഇല്ല. അപ്പൊ അവർ ഈസി വേ ഔട്ട്, അവരെന്ത് ചെയ്തു, ഒന്നും പറയാതെ എന്നോട് എന്റെ അനുവാദം ഇല്ലാതെ ആ പേപ്പർ പതുക്കെ പിൻവലിച്ചു, അവരെ റിമൂവ് ചെയ്തു. ആ പേപ്പർ റിമൂവല് പ്യുവർലി ബിക്കോസ് ഓഫ് ഹെർബൽ ലൈഫിന്റെ വക്കീൽ നോട്ടീസ് ത്രെറ്റ് കാരണം മാത്രം ചെയ്തതാണ്. അല്ലാതെ ഇപ്പൊ പബ്മെഡിൽ നോക്കി അറിയാം,
ആ പേപ്പർ ഇപ്പൊ അവിടെ കിട്ടത്തില്ല, ആർക്കും വായിക്കാൻ കിട്ടത്തില്ല, എന്നുവെച്ചാൽ അവർ റിമൂവ് ചെയ്തു. പക്ഷെ അവിടെ വളരെ വ്യക്തമായിട്ട് താഴെ എഴുതിയിട്ടുണ്ട് പേപ്പർ റിമൂവ് ബിക്കോസ് ഓഫ് ലീഗൽ റീസൺസ് എന്നാണ്, അല്ലാതെ സയൻസ് തെറ്റായിട്ടൊന്നല്ല അവർ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു, അതായത് ഈ ഹെർബൽ ലൈഫ് നമ്മുടെ ഈ പേപ്പർ കളഞ്ഞു, ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്, ആൾക്കാർക്ക് ഇഷ്ടംപോലെ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു പേപ്പർ. ആ പേപ്പറിനകത്ത് ഒരു എക്സ്ട്രാ കാര്യം ഞാൻ ചെയ്തത് എന്താ അറിയോ? ജസ്റ്റ് ഈ പേഷ്യന്റ് മരണപ്പെട്ടു എന്ന് മാത്രമല്ല സ്ഥാപിച്ചത്, നമ്മൾ ഇവരുടെ പല പല പ്രോഡക്ട്സ് എടുത്തിട്ട് അത് അനലൈസ് ചെയ്യും. അതായത് നമ്മുടെ പൈസ തന്നെ ഇട്ട്, ഞാൻ ഏകദേശം 1 ലക്ഷം 1.5 ലക്ഷത്തോളം പൈസ എന്റെ പോക്കറ്റിൽ നിന്ന് ചിലവാക്കി തോന്നാം. അവരുടെ കുറെ പ്രോഡക്ട്സ് അനലൈസ് ചെയ്തിട്ട് അതിനകത്ത് ഹെവി മെറ്റൽസും ബാക്ടീരിയയും ഈ പറയുന്ന പോലെ ടോക്സിക്, അതായത് വിഷാംശമുള്ള ചെടികൾ ഇതെല്ലാം ഉണ്ടെന്നുള്ളത് ഞാൻ സ്ഥാപിച്ചു. അതിന്റെ ഡയഗ്രാംസും ഡേറ്റ എല്ലാം അതിനകത്ത് പബ്ലിഷ് ആണ്. അതാണ് അവർക്ക് കൂടുതൽ പ്രശ്നം വന്നത്. അപ്പൊ അവരുടെ ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ഹൈ പ്രൈസിൽ വിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു എവിഡൻസ് അവിടെ വന്നു. അതാണ് അവർക്ക് സഹിക്കാൻ പറ്റാഞ്ഞത്. അപ്പൊ അതെല്ലാം കൂടെ ഉള്ള പേപ്പർ അവർ കംപ്ലീറ്റ്ലി പിൻവലിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇനി ഇതിനെപ്പറ്റി നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ സീസ് ആൻഡ് ഡെസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വക്കീൽ നോട്ടീസ് വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഭയങ്കര രൂക്ഷമായിട്ട് എന്റെ ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അമേരിക്കൻ ഹെർബൽ ലൈഫിന്റെ ഒരു വ്യക്തി എന്നെ മെസ്സേജ് ചെയ്തു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ പലതവണ ഹെർബൽ ലൈഫിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നോട്ടീസുകൾ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടും 2019-ലും 2020-ലും ഒക്കെ 2023-ലും ഒക്കെ സൗത്ത് ഈസ്റ്റ് ഏഷ്യന്നും കൊറിയന്നും ഒക്കെ ഹെർബൽ ലൈഫിനെ പറ്റിയുള്ള ലിവർ ഇഞ്ചുറി പിന്നെയും പഠനങ്ങൾ വന്നുകൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർ വെറുതെ മിണ്ടാതിരിക്കുകയാണ്. എന്നുവെച്ചാൽ അവരിപ്പോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ഈ പേപ്പർ വലിച്ചു കഴിഞ്ഞിട്ടാണ് ഈ പേപ്പറിനെ പറ്റി എല്ലാവരും പെട്ടെന്ന് അറിഞ്ഞത്. എന്നുവെച്ചാൽ അവരൊരു കാര്യം ഒതുക്കാൻ നോക്കി, പക്ഷെ അത് പെട്ടെന്ന് ഡബിൾ ആയിട്ട് എല്ലാവർക്കും അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് അവരിപ്പം വെറുതെ ഒതുക്കി മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആൾക്കാർ അറിയേണ്ടത് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് സേഫ് ആണ്. നല്ല കമ്പനിയുടെ നല്ല പ്യുവർ പ്രോട്ടീൻ സപ്ലിമെന്റ്സ്, വേ പ്രോട്ടീൻ സ്പെസിഫിക്കലി ഒക്കെ വളരെ സേഫ് ആണ്. പക്ഷെ ഈ ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സ്, അതും ഈ ഹെർബൽ ലൈഫ് മാതിരിയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ സപ്ലിമെന്റ്സ് ഒക്കെ ദയവ് ചെയ്ത് ആരും തുടരുത്. എന്ന് വെച്ചാൽ ആർക്കാണ് പ്രശ്നം വരാൻ പോകുന്നത്, ലിവറിനും കിഡ്നിക്കൊക്കെ പണി കിട്ടാൻ പോകുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ മോശമായ രീതിയിലായിരിക്കും ആ പ്രശ്നം വരാൻ പോകുന്നത്. ഒന്നെങ്കിൽ മരണത്തിൽ കലാശിക്കും, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പ്ലാന്റ് കലാശിക്കും. അതിന്റെ ഇടയിൽ ഒരു ഗെയിം പ്ലേ ഇവിടെ നടക്കുന്നില്ല. ഇത് വളരെ സത്യത്തിൽ ഈ ഹെർബലൈഫ് അവരുടെ പേരിടാത്തത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമല്ല, ആളുകൾക്കിടയിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കി അവർക്ക് എങ്ങനെയും പ്രൊഡക്ട്സ് വിറ്റാൽ മതിയല്ലോ, ബിസിനസ് ആണ് അതിന്റെ മെയിൻ. ഇതിൽ സർക്കാർ ഇടപെടുന്ന പരിപാടികളൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ആയുഷ് എന്ന് പറയുന്ന മന്ത്രാലയം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതര വൈദ്യങ്ങൾ, ഇതുപോലെ നാച്ചുറോപ്പതി ആയിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന മന്ത്രാലയം തന്നെയുണ്ട്. സ്വാഭാവികമായും ഹെർബൽ എന്ന് കേൾക്കുമ്പോൾ അത് നാച്ചുറൽ ആണ് എന്ന അതിന് ഒരു പ്രശ്നവുമില്ല. ഇറ്റ് ഇസ് നോട്ട് ടോക്സിക്, അത് മനുഷ്യന് ഒരു പ്രശ്നവുമില്ല. ലാബിൽ കെമിക്കലായി ഉണ്ടാക്കിയ മോഡേൺ മെഡിസിനെയാണ് പലതും കുറ്റപ്പെടുത്തുന്നത്. നാച്ചുറൽ എല്ലാം അങ്ങനെയാണെങ്കിൽ നല്ലതല്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡോക്ടർ? ഇത് ഈ ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സ് ആക്ച്വലി നമ്മുടെ ഈ ആയുഷ് മന്ത്രാലയത്തിന് അടി വരുന്നില്ല. ഇത് വരുന്നത് FSSAയുടെ അടിയിൽ, അതായത് ഫുഡ് സപ്ലിമെന്റ് ആണല്ലോ. അതെ, അപ്പൊ FSSAയുടെ അടിയിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ആയിട്ട് അവര് ഇടയ്ക്കൊന്ന് വിൽക്കാൻ ശ്രമിച്ചായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഒന്ന് പാളിപ്പോയത് കാരണം അവർ പിന്നെ അതിന്റെ പുറകെ പോയില്ല. ഒരു ഹെർബൽ ലൈഫ് ആയുർവേദിക് ഡിവിഷൻ ഒക്കെ വന്നായിരുന്നു. ഇന്ത്യക്കാർക്ക് ഭയങ്കര ഈസിയാണ് ഇവർ പറ്റിച്ച് സാധനം വിൽക്കാൻ. ആയുർവേദം എന്ന് പറയുമ്പോൾ എല്ലാവരും ചാടി. അത് മാത്രമല്ല, ഈ പറയുന്ന ഈ കീമോഫോബിയ, അതായത് ഇപ്പം ഇവരുടെ വിചാരം നമ്മൾ ഈ കൊടുക്കുന്ന, അതായത് ഡയബറ്റീസിന്റെ മരുന്നുകൾ, ഇൻസുലിന്, തൈറോയിഡിന്റെ മരുന്നുകൾ, തൈറോയിഡ് ഹോർമോൺ ഒക്കെ ഏതോ ഒരു ഭ്രാന്തൻ സയന്റിസ്റ്റ് ഏതോ വലിയൊരു ലാബിൽ ഇരുന്ന് കെമിക്കൽസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സാധനമെന്നാണ് ആൾക്കാരുടെ വിചാരം. പക്ഷെ ഇതൊക്കെ നമ്മുടെ ബോഡിയിലുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നതാണ്. ഇപ്പൊ ഇൻസുലിനും ഈ തൈറോക്സിൻ ഹോർമോൺസ് ഒക്കെ നമ്മുടെ ബോഡിയിലുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ അതിനൊക്കെ ഒരു ഗുണമുണ്ട്, ബെനിഫിറ്റ് ഉണ്ട്, റിസ്ക് കുറവാണ്. അതാണ് മോഡേൺ മെഡിസിന്റെ ഒരു പ്രത്യേകത. പക്ഷെ ഈ പറയുന്ന ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സ്, ഇപ്പം അല്ലാതെ തന്നെ ഹെർബൽ പ്രോഡക്ട്സ്, ആയുർവേദമാണ്, ഹോമിയോപ്പതി ഒക്കെ ആയിക്കോട്ടെ, അതിനകത്തൊക്കെ നാച്ചുറലി ഒക്കറിങ് കെമിക്കൽസ് ഉണ്ട്. ഇപ്പം എല്ലാം കെമിക്കൽസ് ആണ്. ഞാൻ ഇരിക്കുന്ന ഈ കസേരയും, ഞാൻ ഉണ്ടാക്കുന്ന ഈ വസ്ത്രവും, നമ്മൾ കുടിക്കുന്ന വെള്ളവും, നമ്മൾ ശ്വസിക്കുന്ന ഈ ഓക്സിജനും ഒക്കെ കെമിക്കലാണ്. അപ്പം കെമിക്കൽസ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമുക്ക് അറിഞ്ഞ് നമ്മുടെ ബെനിഫിറ്റിന് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് മോഡേൺ മെഡിസിൻ അല്ലെ സയന്റിഫിക് മെത്തേഡിൽ കണ്ടുപിടിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അല്ലാതെ ഈ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ഈ ആയുർവേദവും ഹോമിയോപ്പതി, ഹെർബൽ ലൈഫ്, നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഉണ്ട്. പക്ഷെ ആ കെമിക്കൽസിലൊക്കെ എന്തൊക്കെ ഒന്ന് ഗുണങ്ങളില്ല എന്നുള്ളതിന്റെ എവിഡൻസ് ഇല്ല. രണ്ട്, ഇത് നമ്മൾ ഇഷ്ടംപോലെ പാർശ്വഫലങ്ങൾ ഉണ്ടെന്നുള്ളതിന്റെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. അപ്പൊ നമ്മളെ ഹാം ചെയ്യുന്ന കെമിക്കൽസ് ആണ് അവിടെ കൂടുതൽ. നമുക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന കെമിക്കൽസ് ആക്ച്വലി അതിനകത്ത്
കുറവാണ്. ഇത് ആൾക്കാർ മനസ്സിലാക്കണം. ഈ നാച്ചുറൽ ആന്ന് പറഞ്ഞ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഈ 2024 ഇപ്പൊ 2025 ആകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാകൃതമായ പഴയ കാലത്തെ ചിന്താഗതിയാണ്. അതൊക്കെ മാറണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കഴിഞ്ഞ ദിവസം വളരെ നമ്മുടെ ആ വീഡിയോ ഔട്ട് ആയപ്പോ തന്നെ വന്നിരുന്നത് കഴിഞ്ഞ 10 വർഷമായി ഹെർബൽ ലൈഫ് ഉപയോഗിക്കുന്നു, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്ത് കള്ളമാണ് ഈ പറയുന്നത്. ഈ ലോങ് ടൈം പീരീഡിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ഐഡന്റിഫൈ ചെയ്യാത്തതായിരിക്കില്ലേ കാരണം? ഈ ചില ആൾക്കാരുണ്ടല്ലോ 10 സത്യമാണെന്ന് കൊല്ലമായിട്ട് അറിയില്ല, സത്യമാണെന്ന് അറിയില്ല, അവരിങ്ങ് പറയുകയാണ്. ഇല്ല, അതെനിക്കും പറയാം, നമുക്കെന്തും പറയാം. അതായത് ഇപ്പം ചില ആൾക്കാർ പറയും ഞാൻ 25 കൊല്ലമായിട്ട് ഹെർബൽ ലൈഫ് യൂസ് ചെയ്യുന്നു, എന്റെ അപ്പനപ്പന്മാര് ഹെർബൽ ലൈഫ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ ആൾക്കാർക്ക് വായിത്തൊന്നും ആർക്കും വിളിച്ച് പറയാമല്ലോ. അതാണല്ലോ നമ്മുടെ ഈ സമൂഹത്തിന്റെ ഒരു പ്രോബ്ലം. അപ്പം അതാണ് ഈ അനുഭവ സാക്ഷി. അപ്പൊ ഒരാൾ ഇത് പറഞ്ഞെന്ന് വെച്ച് അത് ശരിയാണെന്നല്ല. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ 10 കൊല്ലം വണ്ടി ഓടിച്ചു, എനിക്ക് ഇതുവരെ ആക്സിഡന്റ് സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ആരും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ ആരും സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കും? സീറ്റ് ബെൽറ്റ് എല്ലാവരും ഇടും. അതുപോലെയാണ് ഈ ഹെർബൽ ലൈഫിന്റെ കാര്യങ്ങൾ. ഒരാൾ 10 കൊല്ലം യൂസ് ചെയ്തു, 15 കൊല്ലം യൂസ് ചെയ്തു പറയുന്നതിന്റെ ഒരു തെളിവും അവിടെ ഇല്ല. ഇവര് വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയുന്നത്. കാരണം ഇവർക്ക് അതിനകത്ത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇവരുടെ ക്ലയൻസും ഇവരിപ്പം കുറെ പേരെ സേവിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഹെർബൽ ലൈഫ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട്. അവർക്ക് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യും, ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ അവർ പറയും ഞങ്ങൾ 10 കൊല്ലം യൂസ് ചെയ്യുന്നു. അവരാരും അത് യൂസ് പോലും ചെയ്യുന്നില്ല. എന്തിന്? ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ, വിരാട് കോഹ്ലി, ഇവരൊക്കെ ഇതിന്റെ അഡ്വർടൈസ്മെന്റ്സിലുണ്ട്. അവർക്കൊക്കെ കോടികൾ കിട്ടുന്നുണ്ട്. വിരാട് കോഹ്ലിയുടെ ഒരു വീഡിയോയ്ക്കകത്ത്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു വീഡിയോയ്ക്കകത്ത് ഇവര് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഈ സാധനം മിക്സിലിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഒരു അഡ്വർടൈസ്മെന്റ്. ഞാൻ പറയാണ്, അത് ശരിക്കും റിയൽ ലൈഫിൽ അദ്ദേഹം അത് ഉണ്ടാക്കിയിട്ട് നേരെ വേസ്റ്റ് ബില്ലായിരിക്കും ഇടുന്നത്. അത് പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും സൈഡിൽ കഴിക്കുന്നത്. പക്ഷെ ആൾക്കാർ നോക്കുമ്പോൾ ഇവന്മാർ ഇതൊക്കെ കഴിക്കുന്നതാണ്, ഞങ്ങളും കഴിക്കും എന്നുള്ള ഒരു പ്രൊമോഷനാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ക്രിസ്ത്യാനോ റൊണാൾഡോ, വിരാട് കോഹ്ലി ഈ സാധനം കുടിക്കുന്നേ ഇല്ല. അവർക്ക് ഇതുപോലത്തെ ഗാർബേജ് ജങ്ക് കുടിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അവർക്ക് പൈസ കിട്ടുന്ന കാരണം അവർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. പ്യുവർ അഡ്വർടൈസ്മെന്റ്, പ്യുവർ ബിസിനസ്. ഈ മറ്റൊരു കഴിഞ്ഞ ദിവസം ഒരാളോട് ഞാൻ സംസാരിച്ചു, പുള്ളിക്ക് നമ്മൾ ഫാറ്റ് ലോസിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പറയുണ്ടായി, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് കുറെ നാളുകളായി മഞ്ഞപ്പിത്തമുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ, മരുന്ന് എടുത്തില്ലേ, ക്രോണിക് ആണോ, ആൽക്കഹോൾ കൺസംഷൻ ഉണ്ടോ? അതൊന്നും അല്ല. പക്ഷെ ഞാൻ വേറൊരു കാര്യം വർഷങ്ങളായി ചെയ്യുന്നുണ്ട്, ഞാൻ കീഴാർനെല്ലി അരച്ച് രാവിലെ എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട്, എന്നിട്ടും മഞ്ഞപ്പിത്തം മാറുന്നില്ല എന്ന് പറഞ്ഞു. ഈ ഹെർബലിനോട് മലയാളികൾക്ക് അങ്ങനെ വിട്ടുമാറാത്തൊരു പ്രണയമുണ്ട്. ഇപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മഞ്ഞൾ കലക്കിയ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ നാട്ടുമരുന്നുകൾ അരച്ച് ദേഹത്തിടുക, അല്ലെങ്കിൽ തലമുടി വളരാനായിട്ട് എണ്ണ തേക്കുക, പനി വരാതിരിക്കാൻ രാസ്നാദിപ്പൊടി വെക്കുക. ഇതൊക്കെ ഏറ്റവും ചെറുത് മുതൽ മനുഷ്യന്റെ മരണത്തിലേക്ക് വരും. ഇപ്പൊ നമുക്കറിയാം, അരളിപ്പൂ കഴിക്കുന്ന ആൾ മരണപ്പെടുന്നു, പച്ചമരുന്ന് കലക്കി കുടിച്ച ആളുകൾ വളരെ ഗുരുതരമായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, എത്ര ചികിത്സ കൊടുത്തും രക്ഷപ്പെടാതെ അവർ മരണപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നു. ഈ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. അടിസ്ഥാനപരമായി ഇത് മലയാളികൾക്ക് മാത്രമല്ല പൊതുവിൽ എല്ലായിടങ്ങളിലും ഉള്ളതാണ്. ഈ നാച്ചുറലായി കിട്ടുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഏതെങ്കിലും തരത്തിൽ മനുഷ്യന്റെ രോഗങ്ങളെ ശമിപ്പിക്കും. ഈ നാച്ചുറൽ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ പറയുന്ന ഹെർബൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ആയുർവേദിക് പ്രോഡക്ട്സ്, അതിനകത്ത് ട്രഡീഷണൽ ഉണ്ട്, പ്രൊപ്പറേറ്ററി ഉണ്ട്. കമ്പനികൾ ഉണ്ടാക്കുന്ന ടൈപ്പ് പ്രോഡക്ട്സ് ഉണ്ട്. അല്ലാതെ നമ്മൾ ഈ പരമ്പരാഗതമായിട്ട് താടി ഓലകളിലൊക്കെ എഴുതിയേക്കുന്ന ട്രഡീഷണൽ ആയുർവേദിക് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ. ഇതിലൊന്നും പഠനങ്ങൾ നടന്നിട്ടില്ല. അതായത് ഇതൊക്കെ ശരിക്കും ഏതെങ്കിലും അസുഖത്തിനെ പ്രിവെന്റ് ചെയ്യുകയോ അസുഖം കുറയ്ക്കുകയോ അത് അസുഖത്തിനെ ക്യൂർ ചെയ്യുകയോ അസുഖത്തിന് കോംപ്ലിക്കേഷൻസ് മാറ്റുകയോ ചെയ്യുന്നതിനുള്ളതിന്റെ ഒരു തെളിവും ഇതുവരെ ഇല്ല. അതുകൊണ്ടാണ് ഇതിനൊക്കെ നമ്മൾ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇപ്പം എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ, ബെനിഫിറ്റ് ഉണ്ട്, റിസ്ക് കുറവാണെന്നുള്ള പ്രൂഫ് സയന്റിഫിക് ഉണ്ടെങ്കിൽ അത് മെഡിസിൻ ആണ്, അത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അല്ല. അപ്പം ഇതെല്ലാം ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആണ് ഇപ്പോഴും നമ്മൾ പറയുന്നത്. ആയുർവേദം ഒരിക്കലും നമ്മൾ മെയിൻ സ്ട്രീം മെഡിസിൻ ആയിട്ട് കണക്കാക്കുന്നത്. ഓരോരുത്തരുടെ മനസ്സിൽ ആയുർവേദം മെയിൻ സ്ട്രീം ആയിരിക്കാം, പക്ഷെ എന്ന് വെച്ച് ആയുർവേദം മെയിൻ സ്ട്രീം അല്ല, അതൊരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആണ്. അപ്പൊ ഇതിനകത്ത് തെളിവൊന്നുമില്ല. ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് തന്നെ പലരിലും ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, മഞ്ഞപ്പിത്തം ഒരു രോഗമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്, നമ്മുടെ മലയാളി, ഒരു ആവറേജ് മലയാളി. പക്ഷെ മഞ്ഞപ്പിത്തം രോഗമല്ല, മഞ്ഞപ്പിത്തം രോഗലക്ഷണമാണ്. ഇപ്പം നമ്മുടെ നാട്ടില് മഞ്ഞപ്പിത്തത്തിന്റെ കാരണങ്ങൾ പലതാണ്. മദ്യം കഴിച്ചാൽ മദ്യം പോലുള്ള കരൾവീക്കം കാരണം മഞ്ഞപ്പിത്തം വരാം, ആൽക്കഹോൾ ഹെപ്പറ്റൈറ്റിസ്. പക്ഷെ അതുപോലെ തന്നെ ചികിത്സ വേണ്ടാത്ത മഞ്ഞപ്പിത്തം ഉണ്ട്. അതായത് ഒരു അസുഖമുണ്ട്, ഗിൽബർട്ട് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഗിൽബർട്ട് സിൻഡ്രോം അതായത് ജനറ്റിക്കലി ജന്മന നമുക്ക് കിട്ടുന്ന ഒരു ജീൻ മ്യൂട്ടേഷന്റെ ചേഞ്ച് കാരണം
നമ്മുടെ ലിവറിൽ ബിലിറൂബിൻ പ്രോസസ് ചെയ്യുന്നത് കുറഞ്ഞിട്ട് ബ്ലഡിൽ ബിലിറൂബിന്റെ അംശം കുറച്ച് കൂടി നിൽക്കും. അപ്പൊ നമ്മൾ എപ്പോൾ ടെസ്റ്റ് ചെയ്താലും നമ്മുടെ ടോട്ടൽ ബിലിറൂബിൻ എപ്പോഴും കുറച്ച് കൂടി നിൽക്കും. അതിനാണ് ഈ ഗിൽബർട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. അത് ശരിക്കും ചികിത്സ വേണ്ടാത്ത ഒരു തരം മഞ്ഞപ്പിത്തമാണ്. പക്ഷെ ഇതിന്റെ പൊക്കത്താണ് ആൾക്കാർ ഈ കീഴാർനെല്ലി കഴിക്കലും നാച്ചുറോപ്പതി ചെയ്യലും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനത്തെ അസുഖങ്ങൾ ലൈഫ് ലോങ് ആണ്, കുറെ നാൾ നമ്മുടെ ജീവിതകാലം നമ്മൾ മുഴുവൻ നിൽക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ രോഗികളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അനാവശ്യമായിട്ട് മരുന്ന് എഴുതി കൊടുത്ത്, പച്ചമരുന്നും കൊടുത്ത്, ഹോമിയോപ്പതി ഒക്കെ കൊടുത്ത് ജീവിക്കുന്ന കുറെ തരം പ്രാക്ടീഷണേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഈ ഹെർബൽ സേഫ് എന്ന് മാത്രമല്ല, അൺനെസസറി ആയിട്ട് യൂസ് ചെയ്ത് ആൾക്കാരുടെ പൈസ കളഞ്ഞ് അതിൽ ചില ആൾക്കാരുടെ അവയവങ്ങളും നഷ്ടപ്പെടുത്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു 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 പ്രവണതയാണ് നമ്മളിപ്പോ നാട്ടിൽ കാണുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ ഒരു ട്രഡീഷണൽ തിങ്കിങ് ആണ്. അതായത് ഇതിനകത്ത് ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ല. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് തെളിവ് പറയുന്നത്, തെളിവ് പറയുന്നത് ശരിയായ തെളിവുകളാണോ അതോ തെളിവുകൾ ഇനി വേണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് ആൾക്കാർ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് കുറെയൊക്കെ ഈ കാര്യങ്ങള് നമ്മുടെ ഈ ഡേഞ്ചേഴ്സ് നമുക്ക് ഒഴിവാക്കാം. ഈ ഹെർബൽ ലൈഫ് മാത്രം വെച്ചുകൊണ്ട് മറ്റൊരു ചോദ്യം, അതായത് നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്, അടിസ്ഥാനപരമായി ഒരു ന്യൂട്രീഷനിസ്റ്റ് അല്ല, അവർ ഏതെങ്കിലും തരത്തിലുള്ള ഫിറ്റ്നസ് കോച്ചുകളായിരിക്കില്ല. പക്ഷെ ഇവർക്കൊരു കട തുടങ്ങുന്നു, കടയിൽ അവർ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് കൊടുക്കുന്നു. ഇവരൊരു മണി ചെയിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ 2-3 സെഷൻസ്, ഇവർക്ക് വലിയ രീതിയിലുള്ള DJ പാർട്ടി ഒക്കെ വെച്ചിട്ടുള്ള പരിപാടികളിൽ ഇവർ പങ്കെടുക്കുന്നു. അവർ പിന്നെ ഹെർബൽ ലൈഫിന്റെ ന്യൂട്രീഷനിസ്റ്റ് ആവുന്നു. എന്റെ ഒന്നല്ല, എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, വലിയ ശരീരഭാരം ഉണ്ടായിരുന്ന ആളുകൾ മെലിയുന്നു. അവരെന്ത് ചെയ്യുന്നു, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ എടുത്ത് വെക്കുന്നു. ഇത് ഹെർബൽ ലൈഫ് കൊണ്ടാണെന്ന് ഒരു പിക്ചർ ഉണ്ടാക്കി അനുഭവ സാക്ഷ്യം അവിടെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിന്നീട് അവർ എന്ത് ചെയ്യുന്നു, ഈ ഹെർബൽ ലൈഫിന്റെ പരിപാടികളിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ആട്ടവും പാട്ടവും ബഹളവും ഒക്കെ ആവുന്നു. ഇവർക്ക് കുറച്ച് സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഞാൻ പലപ്പോഴും ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് സർട്ടിഫിക്കേഷൻ ഒന്നുമില്ല, ഞങ്ങൾ ഹെർബൽ ലൈഫിന്റെ പരിപാടിക്ക് പോകാറുണ്ട് എന്നാണ് പറയാറുള്ളത്. അപ്പം ആർക്കാണ് ഒരു ആൾക്ക് ഡയറ്റ് കൊടുക്കാനുള്ള അവകാശ അധികാരങ്ങൾ ഉള്ളത്? ആർക്കാണ് ഇത്? ഇവർ ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ഉള്ള ആളുകളാണോ? ഈ ഹെർബൽ ലൈഫിന്റെ സർട്ടിഫിക്കേഷൻ ഒരു സംഭവമുണ്ട്. അതായത് ഈ വാളെടുത്തവൻ വെളിച്ചപ്പാട് എന്ന് പറയുന്ന പരിപാടിയാണ്. അതാണ് ഈ ഹെർബൽ ലൈഫിന്റെ ഇത്. അതായത് ഹെർബൽ ലൈഫ് കഴിച്ച് ഹെർബൽ ലൈഫ് പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് പട്ടിണി കിടന്ന് വണ്ണം കുറയുന്നവര് അപ്പൊ തന്നെ അതിന്റെ എക്സ്പേർട്ട് ആകുകയാണ്. അതാണ് ഹെർബൽ ലൈഫ് സർട്ടിഫിക്കേഷൻ. അവർക്കായിട്ട് അവരുടേതായിട്ടുള്ള ന്യൂട്രീഷണൽ ക്ലബിന്റെ ആക്ടിവിറ്റീസും മീറ്റിംഗ്സും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് അവര് കൂടുതലും എങ്ങനെ വണ്ണം കുറയും, അതായത് സയന്റിഫിക് ആയിട്ട് നമ്മുടെ പ്രോഡക്ട്സ് എങ്ങനെ ആൾക്കാരിൽ വണ്ണം കുറയുന്നൊന്നും അല്ല പറഞ്ഞു കൊടുക്കുന്നത്. അവര് പറയുന്നത് അവരുടെ ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇത്രയും മാസം കൊണ്ട് എനിക്ക് ഈ കാറ് മേടിക്കാൻ പറ്റി, ഇത്രയും മാസം കൊണ്ട് ഇത്ര വർഷം കൊണ്ട് എനിക്ക് ഒരു വീട് പണിയാൻ പറ്റി, അതാണ് അവർ കൂടുതൽ പറയുന്നത്. അവരവരുടെ അതെ അതെ അതൊക്കെയാണ് അവർ പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് ശാസ്ത്രപരമായ ഒരു ട്രെയിനിങ് അവിടെ നടക്കുന്നില്ല. അപ്പം ആൾക്കാർക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും പൈസ കിട്ടുന്ന പറയുമ്പോഴത്തേക്ക് ഷോർട്ട് കട്ടാണ്. അതുകൊണ്ടാണ് അവർ കൂടുതൽ ഈ ഹെർബൽ ലൈഫിന്റെ ഈ എന്താ പറയുന്നത്, അവരുടെ ഈ ലീസ് എടുത്ത് അവരുടെ പ്രോഡക്ട്സ് ഒക്കെ വിറ്റ് അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അപ്പൊ അതിനകത്ത് ശരിക്കും സയന്റിഫിക് എവിഡൻസ് ഒന്നുമില്ല. ഹെർബൽ ലൈഫിൽ വർക്ക് ചെയ്യുന്ന ഈ ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ആക്ച്വലി സാധാരണ മനുഷ്യരാണ്. അവർക്ക് സയൻസ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയത്തില്ല, ഹ്യൂമൻ ബോഡി ഫിസിയോളജി അനാറ്റമി ഒന്നും അറിയത്തില്ല. അവരുടെ കുറെ ധാരണകളും അവരോട് പറഞ്ഞു കൊടുത്ത കുറെ കാര്യങ്ങളും, അതുകൂടാതെ അവരുടെ കുറച്ച് അനക്ഡോട്ട്സ്, അതായത് അവരുടെ കുറെ അനുഭവ സാക്ഷ്യങ്ങളും മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് അവരൊന്നും റിയലിസ്റ്റിക് ആയിട്ടുള്ള ന്യൂട്രീഷനിസ്റ്റ് അല്ല. അവർക്ക് സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നത് ഹെർബൽ ലൈഫ് ആണ്, അല്ലാതെ വേറെ ആരുമല്ല. അപ്പൊ അതിനകത്ത് വാല്യൂ ഇല്ല. ശരിക്കുള്ള ന്യൂട്രീഷനിസ്റ്റ് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഡിഗ്രി എടുത്ത് ക്ലിനിക്കൽ ന്യൂട്രീഷൻ അല്ലെ പ്രോപ്പർ ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻസ് ഉണ്ട്. അവരാണ് കൂടുതലും പ്രോപ്പർ ന്യൂട്രീഷനിസ്റ്റ് അല്ലെ ഡയറ്റീഷ്യൻസ്. ഈ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ. അവർക്ക് കൂടുതലും ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള വർക്കാണ്. ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ബേസ്ഡ് വർക്ക് അല്ല ഞാൻ പറയുന്നത്, ഹോസ്പിറ്റൽ ബേസ്ഡ്. അവരെ കാണാൻ ഹോസ്പിറ്റലിൽ പോകണം, യൂട്യൂബ് ഓപ്പൺ ആക്കിയാൽ അങ്ങനത്തെ ആൾക്കാരെ കാണാം, പക്ഷെ അവരൊന്നും ശരിക്കുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ക്ലിനിക്കൽ ഡോക്ടറിനെ കണ്ട് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റിനെ കണ്ടിട്ട് വേണം നമ്മൾ ഹെൽത്തി വെയിറ്റ് ലോസിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ. അപ്പം ഹെർബൽ ലൈഫില് ഈ പറയുന്ന കസ്റ്റമൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമല്ലേ? ഇപ്പോ എല്ലാവർക്കും പല ഇൻടോളറൻസുകൾ വളരെ പ്രശ്നം. ഇപ്പൊ ചില ആൾക്ക് ഫൈബർ ഇൻടോളറൻസ് വരെയുണ്ട്. ഇപ്പൊ ലാക്ടോസ് ഇൻടോളറൻസ് ഒക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷെ അല്ലാതെ ചില വിഷയങ്ങളിൽ ഓരോരുത്തരുടെയും ബോഡി ഈസ് ഡിഫറെന്റ്, അവർക്ക് കൊടുക്കേണ്ടുന്ന ഡയറ്റ് ഇസ് ഡിഫറെന്റ്, അവരുടെ ആക്ടിവിറ്റി ലെവൽ അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യേണ്ട പ്രോട്ടീൻ ഇസ് ഡിഫറെന്റ്, എത്ര ഗ്രാം ഓഫ് കാർബ് വേണം, എത്ര ഗ്രാം ഓഫ് ഫൈബർ ഫാറ്റ് വേണം എന്നുള്ളത് ഡെഫിനറ്റ്ലി ഡിഫറെന്റ്.
അപ്പം എല്ലാവർക്കും ഒരു ഷെയ്ക്ക്, എല്ലാവർക്കും ഒരു സപ്ലിമെന്റ്, എനർജി ഡ്രിങ്ക് എന്നത് ശരിക്കും പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരമാണല്ലോ. ഈ ഇതൊരു ഇതിന്റെ ഒരു വലിയൊരു കാര്യം, ഇതിനകത്തൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് ഒരു വ്യക്തി, എല്ലാ വ്യക്തികളും ഡിഫറെന്റ് ആണ്. ഇപ്പം ചില വ്യക്തികൾക്ക് സിറോസിസ് ഉണ്ടാവാം, കരൾ രോഗം ഉണ്ടാവും, ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ലിവർ ഡിസീസ് ഉണ്ടാവാം. ചില വ്യക്തികൾക്ക് ഹൃദ്രോഗം ഉണ്ടാകാം, ചിലർക്ക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള റിസ്ക് കാണും. പക്ഷെ ഇതൊക്കെ ശരിക്കും അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ലെവൽ ഓഫ് ബോധം ഈ ഹെർബൽ ലൈഫിന്റെ ഈ കോച്ചുകൾക്കോ സ്പെഷ്യലിസ്റ്റുകളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞതിന്റെ ഒരു മെയിൻ കാരണം ചില പഠനങ്ങളിൽ ഹെർബൽ ലൈഫ് മൂലം ലിവർ ഫെയിലർ ആയ പഠനങ്ങളിൽ ഈ ഹെർബൽ ലൈഫ് കഴിച്ച വ്യക്തികളിൽ ശരിക്കും കരൾ രോഗങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു, അതായത് സിറോസിസ് ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. അപ്പൊ ആ സിറോസിസ് ആ സമയത്ത് സ്റ്റേബിൾ ആയിരുന്നു. ഹെർബൽ ലൈഫ് കഴിച്ചു കഴിഞ്ഞിട്ട് ലിവർ ഇഞ്ചുറി വന്നിട്ട് സിറോസിസ് ബാഡായി ലിവർ ഫെയിലിയർ മരിച്ച ആൾക്കാരാണ്. അപ്പൊ ബേസിക്കലി ഇതൊക്കെ അവോയ്ഡബിൾ ഡെത്ത് ആണ്. അതായത് ശരിക്കും ഈ പേഷ്യന്റിനെ പറ്റി നമുക്ക് ഒരു സാമാന്യ ബോധം ഉണ്ടെങ്കിൽ, അതായത് എങ്ങനെയാണ് റിസ്ക് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ ന്യൂട്രീഷണൽ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഹെർബൽ ലൈഫ് ഒക്കെ വിറ്റഴിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാര് ഇവരെ കൊണ്ട് നമ്മുടെ ഹെൽത്തിനെ പറ്റിയുള്ള ഒരു ഒപ്പീനിയനോ ഒരു കൺസൾട്ടേഷനോ ഒന്നും ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് പോകരുത്. എന്നുവെച്ചാൽ അവർക്ക് അത് ചെയ്യാൻ അറിയില്ല. അവരവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ മാത്രമേ നോക്കുള്ളൂ, അല്ലാതെ നമ്മുടെ ഹെൽത്തിന് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല അവിടെ. ഈ ഹെർബൽ ലൈഫ് കഴിച്ചിട്ട് മെലിഞ്ഞ ആൾക്കാര് ഒന്നും മസിൽ ശോഷണമാണ്. ഞാൻ താമസിക്കുന്ന തൊട്ടടുത്ത് ഇതുപോലെ ഒരു അക്ഷയ സെന്റർ നടത്തുന്ന ഒരു ചേച്ചി പാരലായി ഉള്ള ഒരു ബിസിനസ് ആണ് ഹെർബൽ ലൈഫ് അവരുടെ. അപ്പൊ ഇവര് ചെയ്യുന്ന ഒരു പരിപാടി, പുള്ളിക്കാരുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ഉണ്ട്. നല്ല വണ്ണം പുള്ളിയാളിപ്പോൾ മെലിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ മെലിയിൽ എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലാത്ത മെലിയിലാണ്, അവരെ കാണുമ്പോഴേ അറിയാം. അതായത് നമ്മൾ ഒലിച്ചു പോവുക എന്ന് പറയില്ലേ ശരീരത്തിൽ നിന്ന്, ആ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം ഇത് കരളിനുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഉപരിയായി തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തിന് മറ്റു പല കാര്യങ്ങളും, ഇപ്പം വെയിറ്റ് കുറയുന്നതിന് മാത്രമല്ല, നമുക്ക് എനർജി വേണം, നമുക്ക് ഫ്ലെക്സിബിലിറ്റി വേണം, നമുക്ക് എൻഡ്യൂറൻസ് വേണം, നമുക്ക് സ്ട്രെങ്ത് വേണം. ഇതൊന്നും ഈ ഹെർബൽ ലൈഫ് ഉള്ളതൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ലല്ലോ. അതുകൂടി ഇന്ന് സംസാരിക്കാം. അതാണ് ഞാൻ ഈ പറഞ്ഞ ഹെൽത്തി വെയിറ്റ് ലോസ് എന്നേ. അപ്പം ശരിക്കുള്ള വെയിറ്റ് ലോസ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ഫ്രാക്ഷൻ 10% താഴെയായിരിക്കും, മസിൽ ഫ്രാക്ഷൻ, ബോൺ ഫ്രാക്ഷൻ ഒക്കെ കൂടുതലായിരിക്കും. അപ്പം പ്രോപ്പറായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരിൽ ആദ്യത്തെ ഒരു ഫ്യൂ വീക്സ് ടു ഫ്യൂ മന്ത്സ്, ചില ആഴ്ചകളിൽ, ആദ്യത്തെ ആഴ്ചകളിലും ചില മാസങ്ങളിലും നമുക്ക് കാണാം വെയിറ്റ് കുറയുന്നു. അത് നമ്മുടെ വാട്ടർ വെയിറ്റ് കുറയുന്നതും ഫാറ്റ് ബേണിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ അത് എവിടേക്ക് കാണാം നമ്മൾ വെയിറ്റ് കൂടുന്നു, അത് മസിൽ മാസ് കൂടുന്നതാണ്. ചിലപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വെയിറ്റ് 1 വർഷം 2 വർഷം പ്രോപ്പറായിട്ട് ഈ ലൈഫ് സ്റ്റൈലും ഈ എക്സസൈസ് ഒക്കെ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ വെയിറ്റ് ആക്ച്വലി കുറയുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. വെയിറ്റ് ആക്ച്വലി ഒന്ന് കുറച്ച് കൂടുമായിരിക്കും. പക്ഷെ അതിനകത്ത് കൂടുതലും മസിലായിരിക്കും, ഫാറ്റ് കുറവായിരിക്കും. അത് ഹെൽത്തി വെയിറ്റ് ഗെയിൻ ആണ്. അപ്പൊ ഈ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഹെർബൽ ലൈഫ് എന്നുള്ള കമ്പനികളും ഇതുപോലെ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി, വെയിറ്റ് ലോസ് സപ്ലിമെന്റ്സ് കമ്പനി ഒക്കെ ചെയ്യുന്നത് ആൾക്കാരെ പട്ടിണിക്കിട്ട് വെയിറ്റ് കുറയ്ക്കുകയാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് മസില്, ഫാറ്റ്, നമ്മുടെ ബോൺ മാസ് ഇതെല്ലാം ഒരുമിച്ച് കുറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളിൽ പിന്നീട് പല പല രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമേ മുഴുവൻ താറുമാറിലാണ്. ഇപ്പൊ സിവിയർ ഇൻഫെക്ഷൻസ്, ഇപ്പൊ ഹെർബൽ ലൈഫ് കഴിച്ച് ഇപ്പൊ ഈ വന്ന ആ ലേഡിയിൽ, മരണപ്പെട്ട ലേഡിയിൽ അൾട്ടിമേറ്റ്ലി സംഭവിച്ചത് ലിവർ ഫെയിലിയറിന്റെ ഭാഗമായിട്ട് വളരെ വലിയ ഇൻഫെക്ഷൻസ് കയറിയിട്ടാണ് അവർ മരണപ്പെട്ടു പോയത്. അപ്പൊ നമ്മുടെ പ്രതിരോധ ശക്തിയൊക്കെ വളരെ കുറയുകയാണ് ഇങ്ങനത്തെ പ്രോട്ടീൻസും സപ്ലിമെന്റ്സും ഒക്കെ കഴിച്ച്. അതായത് ഹെർബൽ ലൈഫ് മാതിരിയുള്ള ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സ് ഒക്കെ കഴിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട് ഇമ്മ്യൂൺ ഫംഗ്ഷൻ കുറവായിട്ട് ഇൻഫെക്ഷൻ വന്നിട്ടൊക്കെ പല വ്യക്തികളിലും കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ലിവറിന് മാത്രം പ്രോബ്ലം അല്ല, ഹോൾ ബോഡീനെ എഫക്ട് ചെയ്യുന്നതായിട്ടുള്ള പല പാർശ്വഫലങ്ങളും ഇങ്ങനത്തെ ഹെർബൽ ലൈഫ് സപ്ലിമെന്റ്സിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഹെർബൽ ലൈഫ് എന്ന് പറയുന്ന ഫാറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ച് ഒരുപാട് ആൾക്ക് വണ്ണം കുറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ വണ്ണം കുറയുന്നത് നിങ്ങളുടെ കുറഞ്ഞൊരു പക്ഷേ മരണത്തിലേക്ക് വരെ അത് നീണ്ടുപോയേക്കാം. എന്തായാലും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കരളും നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസും ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അനുഭവ സാക്ഷ്യങ്ങളല്ല വേണ്ടത്, ശാസ്ത്രീയമായ തെളിവുകളാണ് വേണ്ടത്. ഒരു ശാസ്ത്രീയ തെളിവോ അടിത്തറയോ ഇല്ലാതെയാണ് ഹെർബൽ ലൈഫ് പോലെയുള്ള ഡ്രിങ്കുകൾ നമ്മുടെ സപ്ലിമെന്റ് എന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നതും സാധാരണക്കാരിലേക്ക് പെട്ടുപോകുന്നതും. ഇതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ ഡോക്ടർ അബി ഫിലിപ്സ് നൽകിയിട്ടുണ്ട്. സാർ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് മറുനാടനോടൊപ്പം ചേർന്നതിൽ. വളരെ വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്ക് തോന്നുന്ന ഈ ടോപ്പിക് കൊണ്ടുവന്ന് ഇതിനെപ്പറ്റി ഇത്രയും ഡിസ്കസ് ചെയ്തതിന് മറുനാടൻ ചാനലിനും മനുജയ്ക്കും നന്ദി. എനിക്ക് ഐ ഹോപ്പ് ഇത് ആൾക്കാരിൽ കുറെ എത്തട്ടെ.
ആൾക്കാര് സത്യങ്ങൾ മനസ്സിലാക്കട്ടെ. നമ്മൾ തന്നെ കുറെ കാര്യങ്ങൾ ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ പറ്റി ഉണ്ടെങ്കിൽ വലിയ ഡോക്ടർമാരുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ നമ്മളെ കുറെയൊക്കെ സേവ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ എഡ്യൂക്കേഷണൽ വീഡിയോസും ഇനി അധികം വരട്ടെ എന്നാണ് എന്റെ ഒരു പ്രാർത്ഥന. തീർച്ചയായിട്ടും മറുനാടനോട് ഇനി നമുക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യണം. തീർച്ചയായിട്ടും ഒരുപാട് ആളുകളിലേക്ക് ഇതുപോലുള്ള വിവരങ്ങൾ എത്തേണ്ടതുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ സംസാരിക്കാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.